ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിപ്പോ ഒരു ചെറിയ ഫൺ വേൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയല്ല, വലിയ ഫൺ വേൾഡ് തന്നെയാണ്. പക്ഷെ ഇന്ന് മൺഡേ ആണ്, അപ്പൊ തിരക്കും കുറവായിരിക്കും. പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവാണ്. ആള് കൂടെ ഉണ്ട്, പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ കൂടെ ഉള്ള ഉമ്മ വരുന്നുണ്ട് ഞങ്ങളപ്പം. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. അപ്പം കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട്. വീക്ക് ഡേയ്സ് ആയ കാരണം കുറവായിരിക്കും ടിക്കറ്റ് പ്രൈസ്. വീക്കെൻഡ്സിൽ കുറച്ച് കൂടുതലായിരിക്കും. സൗണ്ടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് തണുപ്പൊക്കെ അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. ചോട്ടെ ബച്ച്. അങ്ങനെ ഞങ്ങൾ ഫൺ വേൾഡിലേക്ക് എത്തി. ഇവിടെ 10 മണിക്ക് ഓപ്പണിങ്. ഞങ്ങൾ 9:30 എത്തിക്കണേ. 9:30 മുന്നേ എത്തിന്. അങ്ങനെ ഫൺ വേൾഡ് ഓപ്പണിങ് 10 o'clock പറഞ്ഞു. നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അധികം ആൾക്കാരില്ല, അതുകൊണ്ട് നല്ല റേറ്റ്സിലൊക്കെ ഇരിക്കാമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഞാൻ പുറത്തൊരു ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കാം, അത് കാണിച്ചു. അവിടേക്ക് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ നിന്നാണ് എൻട്രൻസ്. ഇത് പുറത്തത്തെ ഭാഗമാണ്. ഇവിടെ വാട്ടർ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ടിങ് കാണുന്നുണ്ട് പുറത്തു നിന്ന്. എന്തായാലും അകത്ത് പോയി അകത്തത് കാണാം. ഇതാണ് എൻട്രൻസ്. കുട്ടികളൊക്കെ എത്തി. അവിടെ ഫ്രണ്ട്സുകളൊക്കെ നിൽക്കുന്നുണ്ട്. അടൂ हो देखती कि ये भी देखना बा. तुम्हें भी देखती कि भाई होन दे लियो भाई. അപ്പൊ കുട്ടികളൊക്കെയാണ്. ബോസ് ക്യാമറക്ക് എന്തോ ആയിട്ടുണ്ട്, ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ. ചിച്ച. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എൻട്രി ചെയ്തിട്ടുണ്ട്. എൻട്രി ചെയ്യുമ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് കാട്ടാൻ പറ്റാത്തത്. എൻട്രി ആയി. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ വാട്ടർ പാർക്കിലെത്തി. അപ്പൊ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കണ്ടോ, ഞാൻ വീഡിയോ ഉണ്ടാക്കണതിന് പറയണേ. വാട്ടർ ഗെയിംസ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതൊന്നും അലോ അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാ വാട്ടർ ഗെയിംസും കംപ്ലീറ്റായി കഴിഞ്ഞ് ഞാൻ അടുത്ത ട്രൈ ഗെയിംസിൽ പോവാം. ഡിസ്കോ ഡാൻസ്. ഇപ്പൊ ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ഞങ്ങള്. എന്നിട്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ മാറ്റി. ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ചിട്ട് റൈഡിലൊക്കെ ഇവിടെ ജെന്റ്സ് ആൻഡ് ലേഡീസ് രണ്ടും അലൗഡാണ്. അങ്ങോട്ടേക്ക് ജസ്റ്റ് ലേഡീസിന്റെ ഉണ്ട്, അപ്പുറത്ത് കൂടെ സെയിം കയറിയാണ്. ഇവിടെ എല്ലാവരും ഡാൻസ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വെയിറ്റ് ചെയ്യാം. നേരത്തെ ഉണ്ടായിരുന്നേ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ ഓപ്പൺ ആയതാ. ഇത് കഴിഞ്ഞിട്ട് അതേപോലെ നേരത്തെ ഉണ്ടായി. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫുഡ് വന്ന് ഇനി നെക്സ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഡ്രൈ ഗെയിംസ്. ഫുഡ് ടൈം. അങ്ങനെ കുറേ സ്കൂൾ കുട്ടികൾ. ഞങ്ങൾ ഡ്രൈ ഗെയിംസിലേക്ക് 4:30 വരെ ഉണ്ട് വാട്ടറിന്റെ. 4:30. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അടുത്ത ക്രിസ്മസിന്റെ. അങ്ങനെ ഇതൊക്കെ കുട്ടികളുടെ ഗെയിംസ്. കുട്ടികൾ കളിച്ചോണ്ടുണ്ട്. അത് വരെ ഉണ്ട്. ഞങ്ങൾ വലിയ വലിയ ഗെയിംസിലൊക്കെ ഇരിക്കുമ്പോൾ കാണിക്കും.
ഇത് അടുത്ത കുട്ടികളുടേത്. ഏത് അങ്ങനത്തെ വലുതുണ്ട്, അതില് കയറ്റുള്ളൂ. വലുതിലിരുന്ന് നമുക്ക് പേടിയാവോ? ഇതില് കുട്ടികൾക്ക് മാത്രമുള്ള ഫുള്ള് ഇതാ. ഇതില്ലേ ഞങ്ങൾ ആദ്യം ഇതാ കയറാൻ പോകുന്നത്. ഭയങ്കര ഡേഞ്ചറാണ് ഉമ്മ കയറണമെന്ന്. ആ ഇങ്ങനെ തിരിയോ, തല കുത്തന, പെട്ടെന്ന് ഇങ്ങനെ മേലെ പോവോ, എന്നിട്ട് സുർന്ന് ഒറ്റൊരു വിടല് വിടും. ആ അതും ചെയ്യും. ഹായ്. പുതിയങ്ങാടി നേർച്ചൊക്കെ ഉണ്ടാവും. അടുത്ത തോണി. अस्सलामुअलैकुम। क्या भी सुने नहीं यार, अच्छे ही इनका को दिख रही है, मैं भी अच्छी हूँ. അത് അവിടെ ഒന്നുണ്ട്, അത് ട്രെയിന്, സ്മോള് ട്രെയിന്. ഇതൊരു റൈഡ് ഒക്കെ ഒരു അരമണിക്കൂറിൽ ഓപ്പൺ ആവുന്ന പറഞ്ഞു. അങ്ങോട്ടേക്കുണ്ട്. ഇനിയും ഞാൻ എല്ലാത്തിലും ഒന്ന് ഒരു റൗണ്ടൊക്കെ ഇരുന്നിട്ട് വരാം. അപ്പുറത്തേക്ക് ഓരോന്നായിട്ട് കാണിക്കാം, അപ്പോൾ സെറ്റാവും. അങ്ങനെ ഗൈസ്, ചെറുതാണല്ല എന്നാലും എല്ലാത്തിലും ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ എല്ലാത്തിലും കയറി ഇരിക്കും. അപ്പൊ ഞങ്ങളൊരു ചെറുതിന്ന് സ്റ്റാർട്ട് ചെയ്തിക്കണേ. ഞങ്ങൾ അങ്ങനെ ഞാൻ പേടിക്കൂല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയാം. ഏത് നമുക്ക് എന്തായാലും റൈഡ് സ്റ്റാർട്ടാവും. അങ്ങനെ ഇത് സ്റ്റാർട്ടായിരിക്കുന്നു. ഇത് അത്ര പേടിയില്ല, അതാ പറഞ്ഞു. മറ്റേതൊക്കെ നല്ല പേടിയുള്ള സാധനം. ഇല്ല കുട്ടികള് പോയാലെന്താ വലിയവര് പോയാലെന്താ എന്റെ ഉമ്മ എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ ഈ കഴിഞ്ഞിട്ട്. लेकिन वो पानी में बड़ा खराब गिरे हो ना, अभी स्पीड ज्यादा होता वो चक्कर पेट में कराता आंटी, नहीं तो क्या भी नहीं, फिर पूरा ये हो जाता. किसे पूरे जने हंस रही.
मैं भिखागी का पैसा देता था रिंगा ये इतना ऊपर लगा तो मुझे मालूम नहीं था क्यों जाती थी तू नहीं याद हो गया सब जने उसे देखो हंस रही कैसा कर रही नक देख कम हो गया चक्कर तक है ये लास्ट टाइम बैठे इसमें वहाँ बैठ को आपको हाँ वो ऑफर है किसमें बैठ कर ये तो बहुत डेंजर तो पूरा जब ऐसा भी खुलता ये भी पूरा ऐसा खुलता पूरा बैठ को इसमें आपको बैठ गई उतरे उतरे तक पूरा है पूरा ओल्ड निमक है അങ്ങനെ അടുത്ത ഒരു ചെറിയ റൈഡിലാണ് ചെറുതാണ് കേട്ടോ ഇതും ചെറുതാണ് ചെറുതിൽ എല്ലാവരും ഇരിക്കും അപ്പൊ ചെറുത് കഴിഞ്ഞിട്ട് വലുതിൽ കയറാന്ന് വെച്ചിട്ടാണ് വലിയ ഒരു റൈഡിൽ കയറി ബാക്കിയുള്ളതിൽ ഇരിക്കണം ഉമ്മക്ക് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്നും ആവൂലമ്മ പേടിക്കണ്ട ഒക്കെ സെക്യൂരിറ്റി ലോക്ക് ഉണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്നിക്കണം ഇനി ഇതോ അതിലിരിക്കാണ്ട് കുറച്ചൊക്കെ അണ്ടർ മെയിൻ്റനൻസ് എന്നൊക്കെ ഇട്ടിക്കണ് പിന്നെ അവിടെ പോവാണ്ട് അങ്ങോട്ടേക്കൊക്കെ എത്താണ്ട് നമുക്ക് നോക്കാം അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് സ്റ്റാർട്ടായല്ലോ ആ പൊങ്ങുന്നു മേലൊക്കെ പൊങ്ങുന്നു ഞാൻ ബാക്ക് ക്യാമറ ഇത് കണ്ടപ്പോ മനസ്സിലായി അതെന്താ താഴെയുള്ളത് ഇങ്ങനെ പൊങ്ങി ഞങ്ങൾ ഊഞ്ഞാലെ കളിക്കാണ് എന്റെ ഉമ്മാന്റെ കിളി പോയിട്ടുണ്ടാവൂ അല്ല എന്റെ തന്നെ കിളി പോയി ഞാൻ ക്യാമറ എന്തായാലും ഇപ്പൊ അല്ല തൽക്കാലത്തിന് ഓഫാക്കിയാലോ എന്നുണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വിശേഷം പറഞ്ഞറിയിക്കട്ടോ ആകാശത്തിന്റെ മേലെ ഊഞ്ഞാല കളിക്കുന്ന ഒരു ഫീലാണിത് അത് അവിടെ ഒരാള് കാണുന്നുണ്ട എന്റെ ഹസ്ബൻഡ് അവിടെ മുന്നിൽ പോയിരുന്നിക്കണ് എന്റെ ഉമ്മ അവിടെ പിന്നെ ഇതാണ് അടുത്ത റൈഡ് എന്ന് വെച്ചാൽ ഇതിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ് റൈഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഇരുന്നതാണ്ട് ഇഷ്ടപ്പെടുത്തിപ്പിക്കെ തന്നെ നമ്മൾ കുറച്ച് പേടി ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ പിന്നെ അത് നമുക്ക് എല്ലാത്തിലൊന്നും കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ പേടിയൊക്കെ മാറി കിട്ടും ഞാൻ എൻ്റെ ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുത്ത് പോണത് കളിക്കാനല്ല അപ്പം എല്ലാത്തിലും വേണ്ടി ഇരുന്നിട്ട് വരാം എന്താന്ന് വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ വിചാരിക്കാം അതെന്തായാലും ഈ റൈഡിൽ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു कैसा लगा बेस्ट ए रोबा
इतना ही है। ഇതൊക്കെ കുട്ടികളുടെ റൈഡ് തന്നെ. അവിടെ കുതിര ഇവിടെ ഉണ്ട്, പിന്നെതാ ഇവിടക്കുണ്ട്. ഇനി ഇതിൻ്റെ അങ്ങോട്ടേക്കും റൈഡ്സ് ഉണ്ട്. ഇനി അടുത്തതിലിരിക്കാൻ പോവാ. ആ അതൊക്കെ കുട്ടികളുടെ ആണ്. ആ വലിയൊരു ഇരിക്കാം. അത്ര ആൾക്കാരൊന്നും ഉണ്ടാവണോ? നമുക്ക് അവിടെ വലുതിലിരുന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഛർദിക്ക് വരാം. ബന്ധമൊന്നും ആക്കൂല. 7 മണി വരെ ഉണ്ട്. ഞങ്ങള് വേറൊരു വലിയ സാധനത്തെ തെരഞ്ഞു പോവാ. എല്ലാരും പേടിച്ച് മതിയാക്കി മക്കളെ. ഞങ്ങൾക്ക് പിന്നെ എല്ലാത്തിലും ഇരിക്കണോന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒക്കത്തിലും കയറാന്ന് വെച്ചിട്ടാ. ഇതാ ഒരാള് സ്പീഡിൽ പോണം. എന്നാ വലുതിലിരുത്താന് ആ മുകളിലത്തേല്. പിന്നെ ഒരു കയ്യിൻ്റെ ഉണ്ട്, അതിലിരുത്തണം. നെക്സ്റ്റ് ഇതിലിരിക്കും. പിന്നെ അവിടെയുള്ള ഇനിയുണ്ട്. അതാ റോളർ കോസ്റ്റർ ഉണ്ടല്ലോ, ആരും ഇല്ലാന്ന് പറഞ്ഞു. അത് ഓപ്പൺ ആണെന്ന് നോക്കട്ടെ. എന്നിട്ട് അതിലിരിക്കണം. അതെന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. എല്ലാത്തിലും ഉണ്ട് ഇരിക്കുന്നത്. അപ്പൊ അടുത്തത് ഒരു കുട്ടികളുടെ റൈഡില് കുട്ടികളെ കൂട്ടിയിട്ട് നമ്മുടെ വേറൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നില്ല. ഒരു സുഖമുള്ള ഒരു സ്പീഡായിക്കണത്. ഞങ്ങൾ വിചാരിച്ച കുട്ടികളുടെ എടുക്കുകയോ കുറച്ച് ചെറുതായിരുന്നു. പക്ഷെ കുറച്ച് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇരിക്കാൻ പറ്റണത്. എനിക്ക് പിന്നെ കുറച്ച് വലുതിലിരിക്കണോന്ന് വെച്ചിട്ട് ഞാൻ വലുത് തെരഞ്ഞു പോകും. ഇതിലൊന്നിരിക്കാണ്ട് ഇങ്ങോട്ടൊക്കെ ഇരിക്കാണ്ട്. ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ടോയ് ട്രെയിനും കൂടെ ഉണ്ട്. അതിലും കൂടെ കയറാൻ പോവാണ്. റോളർ കോസ്റ്റർ കഴിഞ്ഞു. അത്ര പേടിയായിട്ട് തോന്നില്ല. വണ്ടർലാൻഡ് അത്രക്കില്ല. ടോയ് ട്രെയിന്, പിന്നെ അവിടെ മറ്റേത് കുറേ ഉണ്ട് ഇനിയും കംപ്ലീറ്റ് ആവാൻ. എത്ര ആവും അത്ര കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ പിന്നിലാണല്ലേ പോയത് ഉസ്താറിന്റെ ഒപ്പം. ടോയ് ട്രെയിൻ ആയില്ല. ഊട്ടി കയറാൻ പറ്റാത്ത കാര്യം ഇവിടെ കയറാൻ. അങ്ങനെ ഇപ്പൊ സ്റ്റാർട്ടാവുന്നു തോന്നുന്നുണ്ട്. വേഗം വരീന്ന് പറഞ്ഞപ്പോ ഇറ്റകളൊക്കെ തപ്പ വരട്ടെ. വണ്ടി വിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് റോളർ കോസ്റ്റർ ഒക്കെ കാണണം. തുണിയൊക്കെ താരം തിരുമ്പിട്ടിട്ടുണ്ട് ഉണക്കാന്. കുട്ടികളൊക്കെ വന്നിട്ട് ഒരു റൗണ്ടും കൂടെ പോവാണ് ഞങ്ങള്.
അപ്പോൾ റോളർ കോസ്റ്ററിൻ്റെ എങ്ങനെയെന്നറിയോ, സ്ലോ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഒറ്റൊരു വിടൽ കിട്ടുന്നില്ല ശരിക്കും. അവിടെ ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷെ അത്രയ്ക്ക് പേടിയില്ല കേട്ടോ സംഭവം. വണ്ടർലാൻഡ് അത്ര ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ചായയും കോഫിയും ബിസിനസ് നടക്കുന്നുണ്ട്. എന്തുമാ ഉള്ള സ്പീഡ് മതി അതിലിരുന്ന്, അത് അത്രമാത്രം പേടിയൊന്നുമില്ല, കുഴപ്പമില്ല. ഇനി അടുത്ത താൽക്കാലികമായി സ്ലോ ആണ്, സ്പീഡാവാൻ ചാൻസ് ഉണ്ട്. സൺസെറ്റ് ചെയ്ത് കളിക്കേണ്ട ഒറ്റൊരു സംഭവം ഇതാണ്, ഡാഷിംഗ് കാർ. അതിട്ടിക്ക് അറിയൂല്ല. ആ ചല്ല ജീങ്കി ഉസ്മേ ക്യാ ഹൈ ആണ്ടിരിക്ക. पकड़ रहा है, अम्मी को पकड़ता था, अम्मी को पकड़, अम्मी को अम्मी पकड़ रही छिनाल का करते ना कान. फोन नीचे कर, रत्ती नीचे कर बा फोन. बजी देख एक फोटो पकड़ चो, बजी एक फोटो. എല്ലാരും കുതിര കയറിയിരുന്നില്ല, എന്റെ കുതിര.
അപ്പൊ നമുക്ക് ഒരു കുതിര റൈഡും കൂടെ ആവാം. ആ ഉമ്മക്ക് കുതിരമ്മ കയറാത്ത കാരണം ഉമ്മ അത് മരുന്ന് ഇല്ലേ അമ്മ. കുതിര 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 റൈഡ്. നല്ല രസമുണ്ട്. അടിപൊളി അടിപൊളി. ഉമ്മതാ വരുന്നേ. അപ്പൊ അടുത്ത കുട്ടികളുടെ റൈഡ്. ഓക്കെ. ആ ദാ ഈ കുട്ടിക്ക് വേണ്ടിട്ടാ റൈഡിലൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളിതാ ഡോൾഫിനെ നനച്ചു കൊടുക്കണം. അതാണ് ഇവിടുത്തെ പരിപാടി, മെയിൻ പരിപാടി. ഓ ദൊദ്ദോമേ ബിക്കി. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് കളിച്ചിട്ട് വരാം. വലിയ റോളർ കോസ്റ്റർ കഴിഞ്ഞ ചെറിയ റോളർ. തള്ളിപ്പൊടി തള്ളിപ്പൊടി. കുട്ടികളുടെ റൈഡിലേക്ക് എയർപ്ലെയിനിലിരുന്ന് ഒരു പറഞ്ഞ് ഈ ഗ്രീനിൽ തന്നെ നിക്കണോന്ന്. പോവും ചെയ്യും പോവാതിരിക്കും ചെയ്തു. അപ്പൊ 2 ഗ്രീനും ഇതാ ഒരാള് നെക്കി പിടിച്ചിക്കണേ. ഞാൻ നെക്കിക്കോളാന്ന്. കുട്ടികളുടെ കൂടെ ഫാമിലി റൈഡാണ്. റൗണ്ട് ചുറ്റുന്നേ റൗണ്ട് ചുറ്റുന്നേ. നമ്മള് പൊന്തുന്നില്ലല്ലോ. എന്റെ വെയിറ്റ് കൂടുതൽ. ഭയങ്കര സാധനോ. കണ്ടോളി ഗൈസ്. എല്ലാറ്റും പൊന്തി കണ്ട. ഏതുവരും പൊന്തിക്കണ്. ഞങ്ങളത് മാത്രം പൊന്തിയില്ല. അതെന്താ കാരണം എന്ന് വെച്ചാല് 2 വെയിറ്റ് ഉള്ളവര് ഒന്നിലിരുന്നിക്കണ്. അതിന് പൊക്കണ്ട വേണ്ട പൊട്ടോ. എന്നിട്ട് ഇത് മുകളിലേക്ക് പൊന്തുന്നില്ല. കണ്ട ഒരാള് എന്റെ മേത്താണ് കണ്ട. 2 ഒരു സൈസ് അല്ലേ അല്ല കേട്ടോ. ഇങ്ങോട്ടേക്കാണ് ഫുള്ള് എന്റെ മേത്തേക്കാ വീണിട്ടുള്ളത്. എന്നിട്ട് പറയണ ഞങ്ങൾ 2 ഒരു സൈസാണെന്ന്. ഞാൻ ഒറ്റക്ക് ഇരുന്നിട്ട് ഇതില് പൊന്തി കാണിക്കട്ടോ. ലാസ്റ്റ് ഒരു റൈഡും കൂടെ ബാക്കിയുണ്ട്. ഇതിലിരുന്നിട്ടില്ല. അപ്പൊ ഇത് പൂട്ടുന്നേക്കാളും മുന്നിങ്ങോട്ട് ഓടി വന്നത് ഇതിലും കൂടെ ഇരുന്നിട്ട് പോവാന്ന് വെച്ചിട്ട്. അപ്പൊ ഇതിലിരിക്കാം.
ആ അവിടെ കാല് വെച്ചോളി. ആ 2 സ്ഥലത്തുണ്ട് ഗ്യാപ്പ്. മൈ നെക്സ്റ്റ്. ആ ആ സ്റ്റാർട്ട്. ഓ जाना है उसमें बैठ जा. അങ്ങനെ എല്ലാ റൈഡ്സും കംപ്ലീറ്റ് ആയി. ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോവാ. എല്ലാവരോടും അടുത്ത വീടായിട്ട് വീണ്ടും വരെ ബൈ ബൈ. എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലി ഫ്രണ്ട്സ് ആദ്യമായിട്ട് വേണമെങ്കിലും വരാം. രാവിലെ 10 മണിക്ക് തുറക്കും, 7 മണിക്ക് ക്ലോസ് ആവും. വാട്ടർ ടൈമിങ്സ് 4:30 വരെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യം വാട്ടർ ഗെയിംസൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഒരു ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാ ബാക്കി റൈഡ്സൊക്കെ ചെയ്യാൻ വന്നത്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഫുൾ ഡെക്കറേഷനാണ്. ഞങ്ങളാണ് ഇവിടുന്ന് ലാസ്റ്റ് ഇറങ്ങുന്നത് തോന്നുന്നു. കുറച്ച് പേരുള്ളൂ ഇറങ്ങാൻ. ബൈ ബൈ ഫൺ വേൾഡ്.